guys, welcome back to our channel. അപ്പോൾ guys, ഇന്ന് ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് നല്ലൊരു അടിപൊളി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. കപ്പിൾ ടെലിപതി ടേസ്റ്റ് ചാലഞ്ച്. അതെ, നമ്മൾ പേര് പോലെ തന്നെ കപ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് ടെലിപതി ചാലഞ്ച് ചെയ്യാൻ പോവാണ്. അതെ, ഇന്നത്തെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കപ്പിളും അവര് ഒരു കപ്പിളും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാലഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഗെയിം. ഞങ്ങളൊരു പണി അങ്ങോട്ട് കൊടുക്കുന്നു, അവരൊരു പണി ഇങ്ങോട്ട് തരുന്നു. അതാണ് ഇന്നത്തെ ചാലഞ്ച്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഞാനും ജുൻകായും കൂടെ ഇവർക്ക് വേണ്ട കുറച്ച് ഫുഡുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെ, ഒരു റൗണ്ടിൽ രണ്ട് ഫുഡ്. ഒരു റൗണ്ടിൽ രണ്ട് ഫുഡ്, അതായത് ടെലിപ്പതി കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് ഫുഡുകൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇവര് രണ്ടുപേരെയും നമ്മൾ ഇവിടെ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ഇരുത്തും. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പിസി ഫ്രഞ്ച് ഫ്രൈസും ആണ് കൊണ്ടുവെക്കുന്നതെന്ന് വിചാരിച്ചോ. ഇവര് ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ഇരിക്കുന്നോണ്ട് തന്നെ എന്താണ് ഇവർ കാണൂല. പക്ഷെ നമ്മൾ മുന്നിൽ വെച്ച സാധനം ഇവർ കൈകൊണ്ടെടുത്ത് അത് ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ എന്താണത് മനസ്സിലാക്കിയതിന് ശേഷം 5ക്ക് ഇഷ്ടമുള്ളത് ഏതാന്നുള്ളത് 5 അമലേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ എടുത്തു വെക്കണം. അതെ, പിന്നെ അടുത്തതായിട്ട് അമലേട്ടന് ഏതാ ഇഷ്ടമുള്ളത് 5 അമലേട്ടനും കൂടെ എടുത്തു വെക്കണം. ഇവർ പേരത് ശരിയാണെന്നുണ്ടെങ്കിൽ 10 പോയിന്റും ഒരാളത് മാത്രമാണ് ശരിയാവുന്നുണ്ടെങ്കിൽ ആ റൗണ്ടിൽ 5 പോയിന്റ് ആയിരിക്കും. ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കപ്പിൾ തമ്മിൽ ഒരു സംഭവം ടെലിപ്പതി അങ്ങോട്ട് വർക്ക് ആയിട്ടില്ല എന്നാണ് അതിന്റെ ഒരു മീനിങ് ഗൈസ്. അതെ, അപ്പൊ ഇതിന്റെ വേറൊരു വെറൈറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡുകൾ കാണുന്നില്ല, ടേസ്റ്റ് ചെയ്ത് അതായിരിക്കും ഫുഡ് നമ്മൾ ഗസ് ചെയ്തിട്ട് വേണം ഇവർ ഏതായിരിക്കും സെലക്ട് ചെയ്യാന്ന് നമ്മൾ ഊഹിച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെയാണ് ഭാര്യക്കും ഭർത്താവിനും ഏതാണ് ഫുഡ് ഇഷ്ടം എന്നുള്ളത് അവരിങ്ങനെ കണ്ണടച്ചുകൊണ്ട് മനസ്സിലാക്കണം. അതെ, അപ്പൊ അതാണ് ഗൈസ് ഇന്നത്തെ ചാലഞ്ച്. അപ്പൊ ഫസ്റ്റ് തന്നെ ആരാണ് ചാലഞ്ചിലോട്ട് കടക്കാൻ പോകുന്നത്? അമലേട്ട തുടക്കത്തിലെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇരിക്കുന്നത് ഓരാണ്. അത് ശരി, എന്താ പിന്നെ ഫസ്റ്റ് ഞങ്ങള് തന്നെ. അപ്പൊ ഐശ്വര്യമായിട്ട് രണ്ടുപേരും ബ്ലൈൻഡ് ഫോൾഡ് കുറച്ച് വിട്ടിരുന്നോളൂ കേട്ടോ. കുറച്ച് ചിലപ്പോ വിട്ടിരിക്കേണ്ടി വരും. അടിയാണ് ചാൻസ് ഉണ്ട്. ഇത് ഞങ്ങൾ എടുക്കട്ടെ. യുദ്ധത്തിന് റെഡി അല്ലേ? റെഡി. തലയല്ലോ കേട്ടോ, കണ്ണിലാണേ. ഓ ശരി ശരി, നോക്കട്ടെ. ഞാൻ ഇരുട്ട് പിന്നെ കണ്ണ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത ഇരുട്ടല്ലേ ആവുക. കുറച്ചുകൂട്ട്. നീ ഇവിടെ, നീ ഇവിടെ, കുറച്ചുകൂടെ അമലേട്ട അങ്ങോട്ട്, കുറച്ചുകൂടി സെന്ററിലോട്ട്. ശരിയാണല്ലോ. ഞങ്ങളെ പിരിക്കാൻ ഇതെത്രയാ മോനെ? ഇത് കുറച്ച് ടൈറ്റ് ആകട്ടെ. ഞാന് എനിക്കൊന്നും കാണില്ല, സുമാർ പറഞ്ഞാണ്. അഥവാ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിയായിട്ട് പറയോ. അത് 3. നമുക്ക് നമ്മളുടെ ടെലിപ്പതി നമുക്ക് ശരിയാക്കണം. 5 എന്തായാലും 5. ഇതൊരു ചാലഞ്ച് ആയ സ്ഥിതിക്ക് കാര്യമായിട്ടുള്ള പണി എന്തായാലും നിങ്ങളും കാര്യമായിട്ട് പണിച്ചിട്ടുണ്ടോ എനിക്കറിയാം. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ എത്ര ക്രൂരന്മാരായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ക്രൂരന്മാരാണ്. അതെ, കഴിച്ചിട്ട് എന്താന്ന് മനസ്സിലാവണ്ടേ, അതാണ് പ്രശ്നം. അപ്പൊ ഗൈസ് നമ്മളിത് ഫുഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അഞ്ചോ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കേ. മുൻകൂർ ജാമ്യം എടുത്തു വെക്കാം. കൈ എടുക്കൂ. 2 വെച്ചോ? ആയില്ലേ, കൈ ഒന്നും ഇതാക്കല്ലേ. ഞാൻ പോകും. വെക്കരുത്. അറിയാ, ഫസ്റ്റ് പ്ലേറ്റ് ആണോ സെക്കൻഡ് പ്ലേറ്റ് ആണൊക്കെ തൊട്ട് കാണിച്ചാൽ കേട്ടോ. ഓക്കെ, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. 2 വെച്ചോ? ഇത് സ്പൂണ്. സ്പൂണാകുമ്പോ ഇങ്ങനെ കാണാതെ സ്പൂണോണ്ട് എങ്ങനെ കഴിക്കുക? എങ്ങനെ എടുത്ത് കൈ കൊണ്ട് എടുത്ത് കഴിച്ചാലും മതി. ഇതിന്റെ സ്പൂൺ, ഇതാണ് സ്പൂൺ. അങ്ങനെ തന്നെയാണ്. സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ കൈ കൊണ്ട് എടുത്ത് കഴിച്ചോട്ടാ. അമലേട്ട നല്ലതേ കൊണ്ടുവെക്കൂ. അത് ശരിയല്ലേ, പക്ഷെ ഇത് വന്നോ ഇല്ലയോ ഒന്നും തിരിയില്ലല്ലോ. കിട്ടിയില്ലേ? മനസ്സിലായോ? ഇത് രണ്ടാമത്തെ പ്ലേറ്റ് തന്നെ അല്ലേ? അതെ അതെ അതെ.
വീട് പോ. ഓ ഓ അവലേട്ട കൈ കൊണ്ട് എടുത്ത് കഴിച്ചോ? ഞാൻ കഴിയണ്ടാവല്ലോ. ഇതെന്താ ഇത്? അഞ്ചോ ഫുഡ് കഴിച്ചതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ മനസ്സിലായോ? ഞാൻ ഏകദേശം ആ തൃപ്തിയാണ് അല്ലേ? ആ ഓക്കെ ആ അതിന് എനിക്കൊരു സംശയം എന്താ അറിയോ, അമലേട്ടൻ ഇഷ്ടം ഏതാന്ന് അമലേട്ടന് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇതിനുള്ള ഒരു ഡൗട്ട്. ഓക്കെ റെഡി അല്ലേ? അമലേട്ടൻ ടേസ്റ്റ് ചെയ്തോ? ഓ ആദ്യം 5 ഇഷ്ടമുള്ള എടുത്ത് കാണിക്കാം. ഓക്കെ Okay. കൺഫ്യൂഷനായി. ഓക്കെ റെഡി 3 2 1 ഗോ. റെഡി കണ്ണൂർക്കട്ടെ? കണ്ണൂർക്കായില്ല. ഓക്കെ ഓക്കെ ഇനി അമലേട്ടൻ്റെതാ. ആ ഇനി ഇതിൽ അമലേട്ടന് ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് രണ്ടാളെടുത്ത് കാണിക്കാം. ഓക്കെ ആ കാണിക്ക്. ഏ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മിൽക്ക് കേക്ക് ആണോ? ആ കണ്ടോ? രണ്ടുപേരും കറക്റ്റാ പറഞ്ഞത്. ഭാഗ്യം തന്നെ. 10 points. മിൽക്ക് കേക്ക് ആയെന്ന് തോന്നിയോണ്ടാ ഞാൻ ഇത് പൊക്കിയത്. എനിക്ക് ആദ്യം ഇത് കഴിച്ചപ്പോ എനിക്ക് ഇത് ചോക്ലേറ്റ് കേക്ക് ആണ് എനിക്ക് മനസ്സിലായി. ഇത് ആദ്യം കഴിച്ചപ്പോ എനിക്ക് ഒന്നും മനസ്സിലായില്ല. രണ്ടാമത് കഴിച്ച ആ സോഫ്റ്റ്നെസ് കിട്ടിയപ്പോഴാണ് ഇത് മിൽക്ക് കേക്ക് ആണെന്ന് മനസ്സിലായത്. രണ്ടുപേരും ഇപ്പൊ 10 മാർക്സ് ആയി. സന്തോഷിക്കൂ. ആ മിൽക്ക് കേക്ക് ജയിച്ചത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഇത് പറ്റില്ല. കൊള്ളാം. ആകെ ചോക്ലേറ്റ് ഇഷ്ടം. പക്ഷെ ഇതും വരുമ്പോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാണണ്ടല്ലോ 2 ദിവസം മുന്നേ ഒരു ഇത് വാങ്ങിയിട്ടായിരുന്നു. ആ ഇത് വാങ്ങിയിട്ട് നമ്മള് കഴിച്ചു. നമ്മള് കഴിച്ചു. അതെ പക്ഷെ ഇത് തൊട്ട് നോക്കുന്ന സമയത്ത് വേറെ എന്തുവാ മനസ്സിലാവുന്നേ ഇല്ലേ, വേറെ ഏതോ ഒരു ടെക്സ്ചർ ഒക്കെ ഇത്. ഇത് ഞാൻ ആദ്യം കയ്യിൽ പിടിച്ച ഉപ്മാവാന്ന് വിചാരിച്ചേ. നോക്കിയപ്പോ മധുരം കണ്ടപ്പോ മനസ്സിലായില്ലേ. 10 മാർക്ക് നേടുമോ? യെസ് നേടും. അതെന്താ ഫുഡ് എന്താന്ന് അറിയട്ടല്ലേ? അത് എനിക്കില്ല. പക്ഷെ 10 മാർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണല്ലോ. എന്നോട് കിട്ടോ ദേഷ്യം പിടിക്കരുത്. കോംപ്രമൈസ് ഫണ്ണല്ലേ ജിനു? അത് അത്രേ ഉള്ളൂ. ചൂടാവാൻ മതി. തെറ്റിയത് ഫണ്ണാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇതും ഒന്ന് ഇതുമാണ് കേട്ടോ. ഒരു സ്പൈസി സ്മെല്ല് വരുന്നുണ്ട്. അതെ അപ്പൊ നമുക്ക് കൊടുക്കാം അല്ലേ? അവിടെ കൊടുക്കാം. മുളകൊന്നും കൊണ്ടക്കല്ലേ? തിന്നാൻ പറ്റുന്ന സാധനങ്ങളല്ലേ? അളിയാ ഫസ്റ്റ് പ്ലേറ്റ് ഇത്, ഫുഡ് മനസ്സിലായി, അതിനെ പറ്റിയുള്ള Second plate ഇത്. അതെ രണ്ടിലേക്കും ഒരു സ്പൂണേ ഉള്ളൂ. അതെ ആണോ? spoon അപ്പൊ എവിടെയാ? ഫസ്റ്റ് പ്ലേറ്റ് ഇത്, ഓക്കെ സെക്കൻഡ് Spoon പ്ലേറ്റ് ഇത്, ഇത്. കയ്യില് സ്പൂൺ വന്നിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റ് പ്ലേറ്റ് ഇത്, സെക്കൻഡ് മണത്തോക്കാനൊന്നും പാടില്ല. മണത്തോക്കാനും പാടില്ല, അത് പറ്റില്ല. ആ മൂക്ക് കെട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ മണത്തൊക്കെ നോക്കാൻ പറ്റുമോ? അത് മണത്തോ? ടേസ്റ്റ് ചെയ്യട്ടെ? ആ ചെയ്തോ. ഇവിടെ ഇത് ഫുഡ് എന്താന്നുള്ളത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമല്ല, പക്ഷെ എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു കോംപ്ലിക്കേഷൻ ആണ്. അയ്യോ ജിനു, ഷാമി സെക്കൻഡ് ആട്ടോ. ജിനു ഫസ്റ്റ് അപ്പറുണ്ട്. ഞങ്ങൾ അത്ര എളുപ്പത്തിൽ ഓരോന്ന് വെക്കൂലേ. മനസ്സിലാവുന്നല്ലോ. കണ്ണിട്ട് എങ്ങനെയാ ശരി. തിന്നാ പിന്നെ തിന്നാ. മനസ്സിലായി. ഓക്കെ ആണോ? അപ്പൊ ഇതിൽ ഷാമിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും എന്ന് ജുനു ഷാമിയും കൂടി പറയാം. ഓക്കെ താങ്ക് യു അത് ചിലപ്പോ തെറ്റിക്കൂല. ഇനി ജുനുവിന് ഇഷ്ടമുള്ളത് ഏതായിരിക്കും എന്നുള്ളത് രണ്ടുപേരും കൂടി ഗസ് ചെയ്യാം. അതെ കണ്ണു തുറക്കൂ. ഗൈസ് അടുത്ത റൗണ്ടിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ഇതാണ് ഇതും ഇതും. ഓക്കെ റെഡി റെഡി. ഹായ്. കൈ മാറ്റണം. ഇതൊരു ടഫ്
റൗണ്ട് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അതെ, എനിക്ക് തന്നെ എന്നാലും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. തുടരുത്, Okay. തുടരുത്. തുടരുത്, ആയില്ല. തുടരായോ? ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഓക്കെ ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് ഇത് പ്ലേറ്റ്. ഓക്കെ, സെക്കൻഡ് പ്ലേറ്റ്. ഓക്കെ അത് ഫോയിലാ. ഫോയിൽ ഓക്കെ, റെഡി? ആ. നോക്കിക്കോളൂ. നിസ്സാരം. ഏയ്. ഇതെങ്ങനെ അത് കുറച്ച് നേരമായി വാങ്ങി വെച്ചിട്ട് അതുകൊണ്ടാണോ അങ്ങനെ? അയ്യോ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ ടഫ് റൗണ്ട് ആണിത്. ഭഗവാന് ഇത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാട്ടോ തോന്നുന്നത്. അഞ്ചാം സിഗ്നൽ കൊടുക്കാൻ പാടില്ല. അതെ, ഇവര് നമ്മളെ ചതിച്ചു. ആ ഇനി തുടങ്ങാലേ. രണ്ടാളും തീരുമാനിച്ചോ? മനസ്സിലായില്ല എന്താന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ആ, പക്ഷെ ഇതിൽ ഏതൊക്കെ ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് ഞങ്ങള് വേണ്ടത്. ഓക്കെ, ഇനി ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. ആ. അമലേട്ടന് കിട്ടിയോ? ഇല്ല. എന്നോണ്ടിരിക്കാണോ? അല്ലല്ല, ആലോചിച്ചോണ്ടിരിക്കാം. ഇതിൽ 5ക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് അവലേട്ടന് അഞ്ചു പൊക്ക്. എനിക്ക് ഇഷ്ടമുള്ളതാ. 3, 2, 1, go. റെഡി റെഡി റെഡി. ഓക്കെ ഇനി അടുത്തത് അമലേട്ടൻ. അമലേട്ടൻ ഏതാ വേണ്ടതെന്ന് അമലേട്ടൻ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞ അഞ്ചി ആണോ? അതെ, തെറ്റിച്ച 5 മാർക്ക് പോവും. ഓക്കെ, റെഡി? 3, 2, 1, go. ഇതില് രണ്ടിന് ഏകദേശം ഒരേ ഇഷ്ടങ്ങളാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അതിൽ ഏത് എന്നുള്ളത് കുറച്ച് നല്ല കൺഫ്യൂസിംഗ് ആയിരുന്നു. രണ്ടാൾക്കാർ അടിപൊളി. അങ്ങനെ സക്സസ്ഫുള്ളി രണ്ടാമത്തെ റൗണ്ട്. ഇവര് ഉദ്ദേശിച്ച പോലെ ഇവരെ തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല ഗൈസ്. കാര്യം ബർഗറും ചിക്കനും കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഏത് ബെറ്റർ എന്നുള്ളത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഞങ്ങൾ ഇഷ്ടങ്ങളും കണ്ടുപിടിച്ചു. പക്ഷെ തുടക്കത്തിൽ നല്ല പേടിണ്ടായിരുന്നു. പേടി വന്നു. ഞെട്ടിണ്ടായിരുന്നു. അത് ഫസ്റ്റ് റൗണ്ടിൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത് അതോ ശരിയാവോന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. എന്തായിരിക്കും കൊണ്ടുവെക്കാൻ ചെവിയില് പറഞ്ഞുകൊണ്ടാന്ന് വരെ പറഞ്ഞു. അതൊക്കെ ചെറിയ നമ്പറല്ലേ. അതെ അതെ, ചെറിയ ഓക്കെ, എന്നാ അടുത്ത നമ്പറുകൾ ഇടാൻ വേണ്ടി ഇവിടെ ഇരുന്നു. റെഡി. എന്താണ് നോക്കാം? ഇത് നമ്മൾ വിജയിക്കും. നമ്മൾ പോരാടും. കൈ തരൂ, കൈ കാണണ്ടേ? കൈ കോർക്കൂ. കോർത്തു. വിജയം നമുക്ക് തന്നെ. ഇതിന്റെയൊക്കെ പൊതികൾ അവിടെ അഴിക്കുന്ന ശബ്ദങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു പറ്റുന്നുണ്ട്. അലൂമിനിയം ഫോയിൽ അഴിയുന്ന പോലെ തോന്നുന്നു. അതെ, ഒരു അലൂമിനിയം ഫോയിൽ അവിടെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു അഴിയുന്ന പോലെ ഒരു അവശബ്ദം. അപ്പൊ ഗൈസ് നമ്മൾ ജുനൂനും ഷാമിക്കും വേണ്ടിയിട്ട് ഒന്ന് ഇതും പടച്ചോനെ. ഒന്ന് ഇതും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കൊടുക്കാം. അവരെ കൊണ്ട് പറ്റില്ല ഗൈസ്. അതെ, ട്രൈ ചെയ്യാം. നമുക്ക് പറ്റുമോ പറ്റില്ലെന്ന് അവർ തീരുമാനിക്കും. ട്രൈ ചെയ്യൂടാ, ട്രൈ. അളിയ ഇതിലേക്കുള്ള ഇത് spoon. ഫസ്റ്റ് ഓക്കെ, പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. നിറഞ്ഞു നിൽക്കാത്ത പ്ലേറ്റ്. ഫസ്റ്റ് ഇത് രണ്ടിലേക്കും ഉള്ള സ്പൂൺ. ഡെസേർട്ട് ടൈപ്പ് എന്തോ സാധനമാണ് അല്ല പാത്തോ, നിറഞ്ഞു നിൽക്കാത്ത പ്ലേറ്റുകളാണ്. അധികം ക്ലൂകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ സോറി സോറി. ഓക്കെ. എടാ ഇത് ഇഷ്ടിക ഇഷ്ടിക. ഈ ജുനൂനൊക്കെ ഇങ്ങനത്തെയാണ് കിട്ടുന്നത്. മുറിഞ്ഞുപോയി. അയ്യോ, അധികം ക്ലൂകൾ സംസാരത്തിലൂടെ കൊടുക്കാൻ പറ്റില്ല. ഒന്നും മിണ്ടാതെ കഴിക്കുക. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാ. ഓക്കെ, ഇനി ഷാമിക്ക് ഇഷ്ടമുള്ളത് ഏതാന്നുള്ളത് ജുനു ഷാമി കൂടി സെലക്ട് ചെയ്യാം. 3, 2, 1, go. തെറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ജുനുവിന് ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് ഷാമി ജുനൂടി സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 5 മാർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ജുൻക, നമ്മൾ നേരത്തെ എത്ര വീരവാദമൊക്കെ മുഴക്കിയിട്ട് ഇങ്ങനെ പറയേ. 3, 2, 1, go.
5 മാർക്ക് മാത്രം കിട്ടി ചീസ് കേക്ക് സെലക്ട് ചെയ്തില്ലല്ലോ. അതായത് ഗൈസ് ഈ ബ്രൗണി ചീസ് കേക്ക് എന്നുള്ള സാധനങ്ങളില് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചീസ് കേക്ക് തിന്നപ്പോഴേ ചീസ് കേക്ക് പോലെ തോന്നിയിട്ടേ ഇല്ല. ചീസ് കേക്കിന് ഫസ്റ്റ് അങ്ങനെ തന്നെ ടേസ്റ്റ് ഫീൽ ചെയ്യാ. വീണ്ടും വീണ്ടും കഴിച്ചു. ഇത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ ബുദ്ധിപൂർവ്വം വെച്ചതാണ് ബ്രൗണിയും ചീസ് കേക്കും. കാര്യം ഇവർക്ക് അത് ഭയങ്കര രണ്ടും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ജുൻക നമ്മൾ എപ്പോ പോയി കഴിഞ്ഞാലും ചീസ് കേക്ക് വാങ്ങുന്നല്ലേ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചപ്പോഴേ ഈ സാധനത്തിന്റെ അടിഭാഗത്തുള്ള ഈ സാധനല്ലേ, അതാ ആദ്യം നിന്നത്. എന്താണ് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ചീസ് കേക്ക് രണ്ടാമത്തെ പ്രാവശ്യം തിന്നപ്പോഴോ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതില് ഇപ്പൊ ഞങ്ങൾക്ക് 20 മാർക്കും ഇവർക്ക് 15 മാർക്കും ആണ് ഉള്ളത് ടോട്ടൽ ആയിട്ട്. ചാലഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. തളരാൻ പാടില്ല. അതെ, അടുത്തേക്ക് തളരാതെ. തെറ്റുകൾ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അതെ, മറ്റു സാധനം എടുക്കാം. ഇത് ഞങ്ങള് തിന്നാനാണോ? ഇവരെ വജ്രായുധാണ് നമുക്ക് അടുത്ത് എതിരെ ഇതായിരുന്നു നമ്മൾ വിചാരിച്ച വജ്രായുധം. അത് ഏറ്റു. ഇവരെ വജ്രായുധം ഏൽക്കുമോ നമുക്ക് നോക്കാം. പോയി നമുക്ക് ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യും. ഗൈസ്, അടുത്ത റൗണ്ടിൽ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് എനിക്ക് പേടിയുണ്ട് കേട്ടോ. എനിക്ക് പേടിയൊന്നും കഞ്ചോ തോറ്റ എന്തൊരു കോൺഫിഡൻസ്. ഇത് വലത്, തണുപ്പുണ്ടല്ലോ കൈ. ഇടത്. ഇത് ആദ്യത്തെ പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ്. ഇതിന് രണ്ടിനും കൂടെ ഒരു സ്പൂൺ. ഓക്കെ, ഇത് ആദ്യത്തെ പ്ലേറ്റ്. കഴിച്ചു ഓക്കെ, റെഡി സെറ്റ് ഗൈസ്. ഓ ഓ ഇത് ടഫാണോ ടഫല്ലേ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു ഇതില്ല. ഞങ്ങൾ എന്തെങ്കിലും ഒരു ടഫാണ്. ഇത് തപ്പീനൊന്നും കാണുന്നില്ലോ. അതിലുണ്ട്. സാധനം എന്തൊക്കെയാന്ന് മനസ്സിലായില്ലേ? ഇതില് ഡൗട്ട് ഇല്ല. ഡൗട്ട് ഇല്ല ഇവർക്ക്. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഉണ്ടോ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. റെഡി? നിങ്ങൾ തീരുമാനിച്ചോ? 5 തീരുമാനിച്ചോ? എനിക്കറിയില്ല, ഞാൻ ഊഹിക്കുള്ളൂ. എനിക്കൊരു ഐഡിയ ഇല്ല. 5ക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അമലേട്ടനെ അറിയില്ലേ? എനിക്ക് ഇഷ്ടമുള്ളത് എനിക്കറിയാം. എനിക്ക് ആകെ അതേ അറിയുള്ളൂ. ഓക്കെ, എന്നാ നോക്കിക്കോ. 5ക്ക് ഇഷ്ടമല്ലേ? 3, 2, 1 go. അയ്യോ, കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് അമലേട്ടന് ഇഷ്ടമുള്ളത് നോക്കിക്കോ. 3, 2, 1 go. അയ്യോ പോയി. എന്തൊരു നിങ്ങളെ പോലെ തന്നെ നമ്മളോ. സോറി ഗൈസ്, നമ്മളിപ്പോ സെയിം ആയിരിക്കാണ്. എനിക്കറിയോ ചോക്ലേറ്റ് ഇഷ്ടമല്ല. എനിക്കറിയായിരുന്നു അങ്ങനെ സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങളുടെ ഒരു എന്താ വിചാരിച്ച ഈ റൗണ്ടിൽ ഇവരങ്ങനെ ഒന്നിൽ പൊട്ടിയിരിക്കുകയാണ്. നേരത്തെ പോലെ നമുക്ക് വെല്ലുവിളികൾ വേണ്ടാണ്ട് അഭിപ്രായം. അതൊന്നും വെല്ലുവിളി ഒന്നും വേണ്ട. പക്ഷെ ഈ ടേസ്റ്റ് ചെയ്തൊക്കെ നല്ലോണം. അത് നല്ലോണം ചെയ്തു. ഞാൻ എന്താ വെച്ചാല് വായിൽ വെച്ചിട്ട് പിന്നെയും രണ്ടാമത് ഈ ടേസ്റ്റ് ചെയ്തില്ല. ഇതും അതുകൂടി ബ്ലെൻഡ് ആവുമ്പോൾ ടേസ്റ്റ് മനസ്സിലാവില്ല. ഇത്രയൊക്കെ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾ ലേറ്റ് ആയിട്ട് ഇത്രയും ഇവിടെ വന്ന സാധനങ്ങൾ തരണം എന്നുണ്ടെങ്കിൽ കുറച്ചെന്തോ വലിയ സംഭവമാണ്. അതെ, അത് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതിരിക്കുന്നു. അതെ, അത് തന്നെയാണ് നിങ്ങൾ പറയാനുള്ളത്. ഒന്ന് ഇതുമാണ്. രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും ഗ്ലാസ് ആണ്. രണ്ടും ഡ്രിങ്ക് ആണ്. ചെറിയ ചൂടുണ്ടാവും. ചൂടുണ്ടാ? ചെറിയ ചൂടുണ്ടാവും. നല്ല ചൂടുണ്ട്. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് സൈഡ് ഉള്ള കുടിക്കാണേ. റെഡി റെഡി റെഡി. മിണ്ടരുത്, രണ്ടുപേരും മിണ്ടാൻ പാടില്ല. ഇതിനെ പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ, സംഭവം എന്താന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത്
കൈ നോക്കണേ, കൈ ശ്രദ്ധിക്കണം. ആ ഓക്കെ. ഓക്കെ, ഇത് രണ്ട് സംഭവം എന്താന്നുള്ള മനസ്സിലായി. കൺഫ്യൂഷൻ എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഷാമിക്ക് ഇഷ്ടമുള്ളത് ഷാമി ജുനു കൂടെ ചൂസ് ചെയ്യാം. ഓക്കെ, 3, 2, 1 ഗോ. ഓക്കെ, ഇനി ജുനുവിന് ഇഷ്ടമുള്ളത് ഷാമി ജുനു ചൂസ് ചെയ്യാം. ഓക്കെ, രണ്ടുപേർക്കും ചായയാണ് ഗൈസ് കൂടുതൽ ഇഷ്ടം. അതെ, ഞങ്ങൾ ഇടക്ക് വല്ലപ്പോഴേ കോഫി ഒക്കെ കുടിക്കലുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? അങ്ങനെ ചോദിക്കല്. അതെ. ആ ഒരു സംശയം ആലോചിച്ച്. ഉറുപ്പിച്ചീട്ടാണെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി ഗൈസ്. കാരണം ഞങ്ങൾ രാത്രി ഒരു ചായ കുടിക്കാൻ പോയാലോ? ചായ ഇത് തുറപ്പിച്ചിട്ടല്ലെങ്കിലോ? അതെ, ഇതല്ല ഞങ്ങളെ തുറുപ്പ് ചീട്ട്. ഇത് തുറുപ്പ് ചീട്ടാന്നുള്ളത് ശ്രീ വെറുതെ വിചാരിച്ചതാണ്. ഇതല്ല ശരിയായ ഇതിലും വലുതെന്തോ വരാനിരിക്കുന്നു. ഏത് കപ്പിളാണ് ഈ ടെലിപ്പതിയിൽ ഏറ്റവും കൂടുതൽ പൊരുത്തം എന്നുള്ളത് അറിയാൻ പോകുന്നത് അടുത്ത റൗണ്ടിലാണ് ഗൈസ്. റെഡി അല്ലേ? റെഡി ഇരുന്നോ? ഞങ്ങളുടെ കയ്യിലൊരു തുറപ്പിച്ചിട്ടുണ്ട്. ഈക്വൽ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് റൗണ്ടും അപ്പോൾ മാക്സിമം ടഫായിട്ടുള്ളതേ വരും. അപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി ഇന്നതൊന്നും പറയരുത്. ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഗൈസ്, ലാസ്റ്റ് റൗണ്ടാണ്. നിർണായകമായ റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ റൗണ്ടില് പറയൂ. ഓക്കെ, ഇത് രണ്ടുമാണ് വെച്ചിട്ടുള്ളത്. റെഡി അല്ലേ ഗൈസ്? ഈ രണ്ട് പ്ലേറ്റിലും ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. സ്പൂൺ അളിയാ വേണ്ടേ? അതായത് വളരെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. ഇത് രണ്ടും കൂടെ ഒരു സ്പൂണ്. ഈ പ്ലേറ്റ് നിങ്ങൾക്ക് തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ കൈ കൊണ്ട് എടുത്ത് കഴിക്കാം. ഇത് നോക്കൂ, എന്നോട് ഈ ചതി വേണ്ടേനും. കഴിച്ചോക്കൂ. ഇതെന്താ ഇത്? സാധനം എന്താ എനിക്ക് മനസ്സിലായി. ഇതില് ഏതാണ് ആരൊക്കെ കാണാൻ ഇഷ്ടം? ഇത് എനിക്കറിയില്ല, ഞാൻ മുണ്ടൂല ഞങ്ങളോട്. ആദ്യം 5 ഇഷ്ടപ്പെട്ട പൊക്കിക്കോ. 3, 2, 1 ഗോ. റെഡിയാ? റെഡി റെഡി. ഓ ഭഗവാനേ. ഓക്കെ, ഇനി അവലേട്ടന്റെ ഇനി അടുത്ത അവലേട്ടന്റെ. റെഡി, പൊക്കിക്കോ. ഗുലാബ് ജാമുൻ. ഞാൻ പറയട്ടെ, എനിക്ക് രണ്ടും ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ്. കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഗുലാബ് ജാമുൻ. 35 പോയിന്റ്സ് ആണ് ഞങ്ങൾ ടോട്ടൽ നേടിയിട്ടുള്ളത്. ഒരു 5 പോയിന്റ് ഞാൻ കാരണം മിസ്സായി. എന്തായാലും ഞങ്ങളുടെ റൗണ്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങളാണ്. പേടിയില്ലേ? ഏതാ? ഇതാണ്. ഏതാണ് അഞ്ജു? ഇതും ദതും. അയ്യോ, ഓക്കെ, കഴിക്കാൻ പറ്റുന്ന തന്നെയല്ലടാ. സ്പൂൺ ഇതാ. ഈ രണ്ട് പ്ലേറ്റുകൾ ഇതാ. ഒരു പ്ലേറ്റ് ഇതാ, ഒരു പ്ലേറ്റ് ഇതാ. ഒരു പ്ലേറ്റ് ഇത്, ഒരു പ്ലേറ്റ് ഇത്, ഒരു പ്ലേറ്റ് ഇത്. ഇത് വളരെ നിർണായകമായ ഒരു റൗണ്ടാണ്. ഇത് നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഒരു തോൽവി തന്നെയാണ്. അല്ലെങ്കിൽ അത് ഇത് നിങ്ങൾ വളരെ ടഫായിട്ടുള്ള സാധനം കൊണ്ടുവച്ചേട്ടോ. അത് ആണ്. മനസ്സിലായി. ക്ലൂ കൊടുക്കാൻ പാടില്ല. ജുനുവിന്റെ മുഖത്ത് എന്താ ഒരു വൈക്ലഭ്യം? ഇതെന്താ? തിന്നൊക്കെ കഴിച്ചോടാ. ഇതിന് വലിയ ടെൻഷൻ ഒന്നുമില്ല. അതായത് ഗൈസ്, ഇപ്പൊ ഇത് ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഇതിന്റെ ഉത്തരങ്ങൾ കൺഫ്യൂഷൻ ഒന്നും തോന്നുന്നില്ല. ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്നു തോന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇതില് ഷാമിക്ക് ഇഷ്ടമുള്ളത് രണ്ടുപേരും സെലക്ട് ചെയ്തോളൂ. റെഡി അല്ലേ? ഓക്കെ ഓക്കെ, ഇനി അടുത്ത ജിംകാക്ക് നോക്കട്ടെ. 3, 2, 1 ഗോ. എല്ലാം നിങ്ങൾ തന്നെയാ. ഇത് മീനച്ചാറ്. അത് വാങ്ങിച്ചാൽ ഇത് മാങ്ങേണ്ട അച്ചാറ്. മീനച്ചാർ അത്ര വൃത്തിയാട്ടോ. അപ്പൊ ഈ ചാലഞ്ച് കഴിയുമ്പോ രണ്ട് കപ്പിൾസും ഒരേ പോയിന്റ്സോട് കൂടി 35 പോയിന്റ്സോട് കൂടി വിൻ ചെയ്തിരിക്കുകയാണ്. എല്ലാരും ഒരേപോലെ
പൊരുത്തത്തിലാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റുന്ന വിചാരിച്ച് ഞങ്ങൾ ഒരുപാട് ഫുഡുകൾ ഏകദേശം ഒരേപോലെ അതെ, ഞങ്ങൾ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വെച്ചു, അതിലും ഇവരും വീണില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബറാബർ. അതെ. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതില് ശ്രീ വരാത്തത് ഇതൊരു കപ്പിൾ ചാലഞ്ച് ആയതുകൊണ്ടാണ്. പിന്നെ കാക്ക ഇവിടെ ഇല്ലേ ഗൈസ്? കാക്ക പൽമാസയിലാണുള്ളത്. അപ്പൊ നമ്മള് മാത്രമായിട്ട് എടുത്ത വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ